ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ബ്ലൗസിന് നല്ല സൂപ്പറായിട്ട് ബോഡി ഷേപ്പ് ചെയ്തെടുക്കാമെന്ന്. എന്നുവെച്ചാൽ ബ്ലൗസ് എല്ലാവരും കട്ട് ചെയ്യും, തയ്ക്കും. പക്ഷേ തയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ അതിൽ പറ്റും. അത് നമ്മളെ ഫിറ്റിങ്ങിൽ ബാധിക്കേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബ്ലൗസ് റെഡി ആയതിനു ശേഷം ഇതുപോലെ നെക്കൊക്കെ കഴിഞ്ഞ് ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്തു, അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഈ സ്ട്രിപ്പൊക്കെ വെച്ചതിന് ശേഷം ഡാറ്റൊക്കെ പിടിച്ചതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ അളവൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. സ്ലീവ്സ് വെക്കുന്നതിന് മുൻപേ വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒത്തിരി ബ്ലൗസിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിശ്വാസത്തോടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തയ്ക്കുന്ന കൂട്ടുകാരുടെ കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഞാൻ ഒരു ബോട്ട് നെക്കിൽ ഇത് കണ്ടോളൂ, ഒരു ബോട്ട് നെക്കിൽ ഒരു ബ്ലൗസ് തയ്ച്ച് വെച്ചിരിക്കുകയാണ്. ഏതാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെയാണ് ഫിറ്റിംഗ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങോട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഞാൻ ഒരു 5.5 ഇഞ്ച് വരെയൊക്കെ ഇത് ഓപ്പൺ കൊടുത്തിട്ടുള്ളൂ. കറക്റ്റായിരിക്കും. ഈ മോഡലിലാണ് ഞാനിപ്പം തയ്ക്കാറ്. വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം, പറഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഹുക്കുലുപ്പിൻ്റെ സ്ട്രിപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ പിന്നുണ്ടെങ്കിൽ പിന്ന് വെച്ച് ഇതുപോലെ ക്ലോസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് ജസ്റ്റ് ഒരു എടുക്കാൻ പറ്റുന്ന വലിയ സ്റ്റിച്ച് ഇവിടെ ഇടാം. ഇത്ര കഴിഞ്ഞതിന് ശേഷം ഈ ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് ഉണ്ടോ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തല്ലോ അതേ രീതിക്ക് ഇതുപോലെ ഇതുണ്ട്, ഫ്രണ്ട് ഓപ്പൺ ആണ്. ഇതിവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. ആം ഹോലൊക്കെ ഇതുപോലെ കറക്റ്റ് വെക്കുക ഇതുപോലെ തന്നെ. എന്നിട്ടാകുമ്പോൾ ഒന്നേനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് ഒന്നും കൂടെ അളവ് കൊടുക്കണം. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്ലൗസിൻ്റെ അളവ് എത്ര എന്ത് ചെയ്യണം, ഇവിടെ എന്ത് കൊടുക്കണം, ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് റെഡി ആവശ്യമുള്ള ബ്ലൗസിൻ്റെ അളവ്. അപ്പം ബ്ലൗസിന് അടുത്ത അളവാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ അളവിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ ബ്ലൗസിന് അടുത്ത അളവ് 36 ഇഞ്ചാണ്. അപ്പം 36ൻ്റെ 4 ഭാഗം എടുത്താൽ 9 ഇഞ്ച്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫോൾഡിൻ്റെ അവിടെ ഇങ്ങനെ ടേപ്പ് വയ്ക്കുക, 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പം ഞാനിത് തയ്ച്ചുകൊണ്ടിരുന്നപ്പം ഓർത്തുകൊണ്ടാണ് ഇന്ന് ഈ കൊച്ചൊരു വീഡിയോ ചെയ്യുന്നത്. ഐ ഹോപ്പ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നു. അപ്പോൾ ഇതിങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ ചെസ്റ്റ് ലൈനിൻ്റെ മാർക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 40 ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ എത്രയാണ് കൊടുത്താൽ അത് ഇവിടെ കറക്റ്റ് ചെയ്യണം. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഡാട്ട് പിടിക്കും, അതുപോലെ ഇവിടുത്തെ ഡാറ്റൊക്കെ പിടിക്കും, ഈ ഹുക്ക് ലിപ്പ് വയ്ക്കും. അപ്പൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തുണി കുറയും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 ഇഞ്ച് ഇടുന്നത്. എൻ്റെ വീഡിയോസ് വിഗൈനർ കൂട്ടുകാർ കാണുന്നതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോസ് ചെയ്യാറ്. നമ്മളെ വീഡിയോസ് കണ്ടിട്ട് വീട്ടിലിരിക്കുന്ന തന്നെ ഒത്തിരി കൂട്ടുകാർ വീഡിയോസ് കണ്ട് നോക്കി പഠിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വരുന്ന ഡൗട്ടാണോ എല്ലാം ചോദിച്ച ഡൗട്ട്സുകളാണ് ക്ലിയർ ചെയ്യുന്നത്. വെസ്റ്റ് ലൈൻ എത്രയാണ് ഉണ്ടാകുന്നത്, 28 ഇഞ്ചസ്. അപ്പോൾ 28 ആണെങ്കിൽ 28, 29 ആണെങ്കിൽ 29. അതിന് കണക്കാക്കി ഇതിങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് വെസ്റ്റ് മെഷർമെൻറ്റിൻ്റെ 1/4 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇനി ഇത് അളന്ന് നോക്കാം. 2 ഇഞ്ച് വേണ്ട, എല്ലാം ഫിറ്റിംഗ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാനിവിടെ ഒരു 1.25 വെക്കാറുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ പക്ഷേ 2 ഇഞ്ച് എടുക്കും ഇതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കളയണതുണ്ടോ ഇതുപോലെ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ പീസ് കറക്റ്റായിട്ടുണ്ട്. ഇത്തപോലെ ഇത് കട്ട് ചെയ്ത് മാറ്റിയേക്കണം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് പീസിലോട്ട് വരാം. ഇതും ഇതുപോലെ തന്നെ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്കൊക്കെ ഫിനിഷ് ചെയ്തു, എല്ലാം ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ കറക്റ്റ് വെക്കുക. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, 9 ഇഞ്ച് നമ്മളെ ബാക്കിലത്തെ പാർട്ടിലും 9 ഇഞ്ചസ് ഇങ്ങനെ കൊടുക്കുക, ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്. എന്നിട്ട് ഇവിടെ 2 ഇഞ്ച് വിടണം ഇതുപോലെ. ഇവിടെ അല്പം കൂടുതലുണ്ട്. വെസ്റ്റ് ലൈൻ എത്രയാണ് കൊടുത്തിരിക്കുന്നത് അത് ഇവിടെയും കൊടുക്കുക. അപ്പോൾ എൻ്റെ കേസിലത് 7 ഇഞ്ചസ്. എന്നിട്ട് വെസ്റ്റ് ലൈനും ചെസ്റ്റിൻ്റെ ലൈനും കൂടെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം. ഇവിടെ എത്ര വിട്ടിരിക്കുന്നത്, 2 ഇഞ്ച്. അപ്പോൾ ആ 2 ഇഞ്ചിൽ ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയും നമുക്കുണ്ടോ ഇത്തപോലെ എക്സസ് ഫാബ്രിക് വരുന്നുണ്ട്. ഇതൊക്കെ ഈ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപേ തന്നെ ചെയ്യണം. എന്തുകൊണ്ടാണ് ഇത് ചെയ്യണം എന്ന് പറയുന്നത്, ഇതൊക്കെ ഫിറ്റിങ്ങിൽ ബാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ സ്ലീവ്സ് വെച്ചാൽ എന്ത് പറ്റും, സ്ലീവ്സ് ഇവിടത്തം വരെ വരും. ഈ ചെസ്റ്റിൻ്റെ അളവ് സപ്പോസ് ഇവിടെയൊക്കെ എന്തെങ്കിലും നെക്കൊക്കെ ഇടുമ്പം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റേജിൽ വേണം ഇത് കറക്റ്റ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ റെഡിയാണ് സ്ലീവ്സ് വെക്കാൻ വേണ്ടിയിട്ട്. സ്ലീവ്സ് വെച്ചിട്ട് ഈ നമ്മൾ വരച്ച ലൈനിൽ അങ്ങ് ഫിറ്റിംഗ് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതുപോലെ സ്ലീവ്സ് കണ്ടോളൂ റെഡിയാക്കി വെച്ചിരിക്കുക. പിന്നെ ഇനി ഒരു കാര്യം, എൻ്റെ അടുത്ത് ഇപ്പം 2 ദിവസം മുൻപേ ഉള്ള വീഡിയോയിലും ചോദിച്ചു, ചേച്ചി എന്തുകൊണ്ടാണ് സ്ലീവ്സിൻ്റെ അവിടെ റിങ്കിൾസ് വരുന്നതെന്ന്. അപ്പോൾ ഇതാണ് സ്ലീവ്സ്. ഇത് ഇനിയിങ്ങനെ റെഡിയായി ഇതിൻ്റെ അകത്ത് വെക്കുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ സ്ലീവ്സ് വെക്കുന്നതിന് മുൻപേ ഒന്ന് അളന്ന് നോക്കണം. ഇപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പം ഫ്രണ്ട് പാർട്ട് കുഴിച്ചു വെട്ടിയിരിക്കുന്ന അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. സോ നമ്മളിതിങ്ങനെ വെക്കുമ്പം മാറിപ്പോരുത്. ഇപ്പം കണ്ടോ, ഇത് ഫ്രണ്ട് പാർട്ടാണ് എൻ്റെ, പക്ഷേ ഞാൻ പിടിച്ചിരിക്കുന്നത്
ഇത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഈ കുഴിയുള്ള ഭാഗം ബാക്കിലോട്ട് പോകും. അപ്പോൾ ഇവിടെ പിടുത്തം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയെടുക്കണം ഏതാണ് നമ്മൾ സ്ലീവ്സ്. ഈ സ്ലീവ്സാണ് നമുക്ക് ഇവിടെ വെക്കേണ്ടത്. ഫ്രണ്ട്സ്, ഇനി സ്ലീവ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം സ്ലീവ്സിന് ഫിറ്റിങ്ങിൽ എന്തുകൊണ്ടാണ് കുഴപ്പം വരുന്നത് ചേച്ചി? സ്ലീവ്സ് കട്ട് ചെയ്തപ്പം കറക്റ്റായിരുന്നു, സ്റ്റിച്ച് ചെയ്തപ്പോഴേക്ക് അത് കൂടിപ്പോയി, ലെങ്ക് കുറഞ്ഞു പോയി, അങ്ങനെയൊക്കെ. ഇതുപോലെ ഇങ്ങനെ കറക്കി നോക്കി, സ്ലീവ്സ് ഇങ്ങനെ കറക്കി നോക്കിയതിന് ശേഷം ഇത് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പം നമുക്ക് വരുന്നത് ഇത് കാണാമോ? കറക്റ്റാണ് വരുന്നത്, ഇതുണ്ടോ? അപ്പം നമുക്ക് ഈ സ്ലീവ്സ് കറക്റ്റ് ആയിരിക്കും. ഇൻ കേസ് ഇനി നിങ്ങൾ വെച്ച് വരുമ്പോഴേക്കും ഒരു ഇത്ര പൊടിക്ക് ഒരു സപ്പോസ് ഇവിടെ ഒരു 1/4 ഇഞ്ചൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇവിടെ എത്തിയതിന് ശേഷം ഇതൊന്ന് വലിച്ച് കറക്റ്റ് ചെയ്യാവുന്നതാണ്. 1/4 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഇളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കറക്റ്റ് ചെയ്താൽ ഒരു കുഴപ്പവും വരില്ല ഫിറ്റിങ്ങിൽ. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. ഇതുണ്ടോളൂ, ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കണം. ഇങ്ങനെ നെക്ക് വരും. ഇവിടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതുണ്ടോളൂ കറക്റ്റ് ഈ നമ്മൾ വരച്ചിരിക്കുന്ന ഇവിടെ ഇത് നമ്മൾ സ്ലീവ്സ് ഇതുപോലെ വരും. കണ്ടോ? ഞാൻ ചേച്ചി തയ്ച്ച് കാണിക്കണം എന്ന് പറയും, എന്നാലും എല്ലാം കൂടി ആകുമ്പം വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോവും. സോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരണമാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം തയ്ക്കുന്ന കൂട്ടുകാർക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെയ്ഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ക്ലാസ് ജോയിൻ ചെയ്യാം. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ വരുന്ന ക്വസ്റ്റ്യൻസ് വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പം. അപ്പോൾ അതൊക്കെ ഞാൻ നേരിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആൾ എന്നെ മെസ്സേജിൽ ഇട്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ID pallavi_nair01 ഒന്ന് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. ക്ലാസ്സസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ചെറിയ അമൗണ്ടേ വാങ്ങിക്കുന്നുള്ളൂ, എന്നാൽ എനിക്കറിയുന്നതെല്ലാം ഞാൻ പറഞ്ഞുതരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ലീവ്സ് ഇവിടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ബോഡി ഷേപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ സ്ലീവ്സ് ഓപ്പൺ കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ ഈ ഫിറ്റിങ്ങിൽ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഇവിടം വരെ ക്ലോസ് ചെയ്യാം. നിങ്ങൾ ഇതുപോലെ ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ തയ്ച്ച് നോക്ക്. ബ്ലൗസിൻ്റെ ഫിറ്റിംഗ് നല്ല സൂപ്പറായിരിക്കും, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വേറെ ഏതെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പം പിന്നെയും പറയണം, ഞാൻ സുഖമായിരിക്കുകയാണ്. എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ചേച്ചി എവിടെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ സുഖമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇത്തിരി തിരക്കാണ്, അതുകൊണ്ടാണ് വീഡിയോസ് ഇത്തിരി ഡിലേ ആവുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.